ഞാൻ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മളിപ്പോൾ ഒരു മദ്യപാന ചികിത്സയ്ക്ക് എത്തുന്ന ഒരു വ്യക്തിക്ക് സ്വയം തയ്യാറല്ലെങ്കിൽ അവരെ നമുക്ക് വളരെയേറെ പ്രഷർ കൊടുത്ത് ചികിത്സിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. കാര്യം സ്വയം ഒരു ഇൻസൈറ്റ് ഇല്ല, മോട്ടിവേഷൻ ലെവൽ എന്ന് പറയും ഞങ്ങളെപ്പോലുള്ളവർ. ഒരു മോട്ടിവേഷൻ ലെവൽ ഉണ്ടാവത്തില്ല. പക്ഷെ അതിൽ കുറച്ച് അവരുടെ സ്വന്തം ഫ്രണ്ട്സിനും അതുപോലെ തന്നെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ഒരു ബോസിന്, അവർക്കൊക്കെ ഇത് കുറച്ചും കൂടെ സഹായിക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ ഈ സമൂഹം നമ്മളോടൊപ്പം നിന്നാൽ മാത്രമേ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ പലപ്പോഴും ഈ പേഷ്യൻറ്റിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് ഇവർ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സ്ഥലം. അവിടെ ഈ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ് ഉള്ള സ്ഥലം തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഹസ്ബൻഡ് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കും, പക്ഷെ വൈഫിൻ്റെ ഡിസ്ട്രെസ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജൊക്കെ ആയിട്ട് പേഷ്യൻ്റ് വീട്ടിൽ പോകുമ്പം വൈഫ് പഴയ കാര്യങ്ങൾ വെച്ച് വീണ്ടും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അത് മാരേജിൻ്റെ ഒരു ഡിസ്പ്യൂട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അതെ, മാഡം പറഞ്ഞ ശരിയാണ്. കുടുംബാംഗങ്ങളുടെ ഒരു പിന്തുണയും കൂടെ ഇത്തരം അവസരങ്ങളിൽ വളരെ ആവശ്യമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾ വീണ്ടും മദ്യപാനത്തിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടും അല്ലേ? അപ്പം മാഡം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വൈഫിനോടും കൂടി ആ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടോ? മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ? തീർച്ചയായിട്ടും നമ്മൾ ഈ കൗൺസിലിംഗ് സെഷനിൽ ഇരിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഹിസ്റ്ററി ഒക്കെ എടുക്കും. പിന്നെ ഈ ഇപ്പം ഒരു വ്യക്തിക്ക്, ഒരു ക്ലയൻറ്റിനൊട്ടും ഇൻസൈറ്റ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അവർക്ക് മറ്റു രീതികൾ നോക്കും. മീൻസ് അവർക്ക് എന്തെങ്കിലും കേസുകളുണ്ടോ എന്നുള്ളത്. കേസുണ്ടെങ്കിൽ വൈഫിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഓക്കെ അതുവഴി നിർദ്ദേശിക്കുക. കാര്യം അങ്ങനെ ഒരു കേസ് പോലീസ് പറയണം പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് വീണ്ടും ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, അങ്ങനെ പറ്റുമെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്. അപ്പം ചില മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരിക്കാം. അപ്പം സ്വാഭാവികമായിട്ട് കുട്ടികളെയും കൂടെ വച്ച് കൗൺസിലിംഗ് സെക്ഷൻസ് കണ്ടക്ട് ചെയ്യും. കാര്യം കുട്ടികൾ പറയും, അച്ഛൻ മദ്യപിച്ച് വരുന്ന സമയത്ത് കുട്ടികൾക്കുണ്ടാവുന്ന വിഷമതകൾ. കാര്യം ഇപ്പം ഒരു കൗമാരത്തിലൊക്കെ ഉള്ള മക്കളുള്ള വീടാണെങ്കിൽ അവർക്ക് അച്ഛൻ മദ്യപിച്ച് വരുന്നതൊക്കെ നാണക്കേടാണ്. അവർക്ക് മറ്റുള്ള ഫ്രണ്ട്സ് കാണുമോ, അച്ഛൻ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമെന്ന് പേടിക്കുന്ന കുട്ടികളുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ആളിനെ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൂടെ ഇരുത്തിയൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ നല്ലൊരു അഡിക്ഷൻ ആണെങ്കിൽ മറ്റെന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലം കൂടെ അതിലോടൊപ്പം ഉണ്ടാവും. അപ്പം നമ്മൾ അത് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ മദ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ഒരാളിന് വിഷാദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇന്നത്തെ കാലഘട്ടമാണ്. നമുക്കൊരു സ്ത്രീയെ സഫർ ചെയ്ത് ജീവിതകാലം മൊത്തം ജീവിക്കൂ എന്ന് പറയാനൊന്നും പറ്റില്ല. കാര്യം സ്ത്രീകൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ പറ്റുന്ന കാലമാണ്. പിന്നെ അവസാനം അവരുടെ തീരുമാനത്തിലേക്ക് വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയായിരിക്കാം കോടതിയിലൊക്കെ ഇപ്പം ഇത്രമാത്രം കേസുകൾ വരുന്നതിൻ്റെയും ഒരു റീസൺ. അതെ, ഈ സാമൂഹ്യ പശ്ചാത്തലം വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ഇത്രയും കേസസ് കൂടാനായിട്ട് അഡിക്ഷൻസ് ഒരു പ്രധാന കാരണം തന്നെയാണ്. ഇങ്ങനെ മദ്യപാനവും മയക്കുമരുന്നിനും ഒക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് കുടുംബ ബന്ധങ്ങളെയും കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തിനെയും നന്നായി ബാധിക്കും അല്ലേ മാഡം? കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ലേ ഇത് ഈ കുടുംബാന്തരീക്ഷങ്ങളിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ കാണുന്ന മിക്ക കേസിലും കുട്ടികളുടെ സ്വഭാവത്തിന് പോലും പ്രശ്നങ്ങളുണ്ടാവും. ഒരു വീട്ടിലൊരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള സംസാരം ഇല്ലെങ്കിൽ ഭാവിയിൽ ഈ കുട്ടികൾ തന്നെ അവനവൻ്റെ സ്വന്തം ഫാമിലിയിൽ അതുപോലെ ചെയ്യും. പക്ഷെ കാലഘട്ടം മാറപ്പം റൂൾസ് മാറുന്നുണ്ട്,
വിദ്യാഭ്യാസം കൂടുന്നുണ്ട് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും. സ്വാഭാവികമായിട്ട് അവർ കുടുംബം എന്നൊരു രീതിയിൽ നിന്ന് ചിന്തിക്കാത്ത അവസ്ഥയിലേക്കൊക്കെ ഇതൊക്കെ കൊണ്ടുവന്ന് എത്തിക്കാം. ഒരു മാനസികാരോഗ്യ വിദഗ്ധ എന്നുള്ള നിലയിൽ ഇത് എന്തു പോകുംവഴിയാണ് മാഡം നിർദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഈ ജീവിതം തുടങ്ങുന്ന സമയം തന്നെ നമുക്ക് പരസ്പരം അറിയാൻ പറ്റും. എങ്ങനെ പോകുന്നൊക്കെ ഏകദേശം രൂപമൊക്കെ നമുക്ക് കിട്ടും. ആ സമയം തന്നെ ചില ബന്ധുക്കളൊക്കെ പറയും കുട്ടിയായാൽ അവൻ നന്നാവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കുട്ടിയെ ഉണ്ടാക്കുക. പൊതുവെ കാണുന്ന കാര്യമാണ്. കുട്ടിയെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഒന്നുമല്ല ഇതിന്. കാര്യം ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ചിലപ്പോൾ കുട്ടിക്കാലത്തുണ്ടായ ട്രോമയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ വ്യക്തികളെ ആ രീതിയിലൊക്കെ മാറ്റ പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് കുട്ടി ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ചില ആളുകളുടെ വിചാരമാണ് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കൂടും. അങ്ങനെയൊന്നുമല്ല. നമ്മൾ കാണുന്ന കേസിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഏത് കാര്യത്തിനും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അത് കുട്ടി ഉണ്ടാവണമെന്നും ഉണ്ടാവാതിരിക്കുന്നതോ ഒന്നുമല്ല. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ സ്വഭാവം തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാന്നുള്ളതാണ്. അതെ അതെ. പക്ഷേ ഇവർക്കറിയാം ഇത് കല്യാണം കഴിഞ്ഞാൽ ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാം. പക്ഷെ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് മാറ്റി വല്ലവരെയും കയ്യിലൊന്ന് കൊടുക്കണം. സ്വന്തം മകന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മകള് വന്നു കയറുന്ന ഏതെങ്കിലും പെൺകുട്ടി സഹിച്ചോളും എന്നൊരു കാഴ്ചപ്പാട് ചില പാരൻസിന്റെ അടുത്തുനിന്ന് ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് തിരിച്ചും. ഇപ്പം ഒരു കൗമാരത്തിലെ എന്തിനും ഏതിനും വാശി പിടിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടാതെ വന്നാൽ കൈമുറിക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണതകൾ കാണിക്കുന്ന അല്ലെങ്കിൽ വല്ല മറ്റേ ഈ ഗുഡ് നൈറ്റിന്റെ ലിക്വിഡും ഇങ്ങനെയുള്ളതൊക്കെ എടുത്ത് കഴിക്കുന്ന കുട്ടികളുണ്ടല്ലേ, ടീനേജേഴ്സ് അങ്ങനെയുള്ളവര്. അപ്പം സ്വാഭാവികമായിട്ട് അറിയാം ഈ കുട്ടികൾക്കൊരു ബിഹേവിയർ പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. പക്ഷെ അത് കറക്റ്റായിട്ട് ചികിത്സയ്ക്ക് എടുക്കൂല. ചികിത്സയ്ക്ക് എടുക്കാതെ അതിങ്ങനെ വളർത്തി അവസാനം ഈ ആത്മഹത്യ ചെയ്യുമെന്നുള്ള പേടി കൊണ്ട് പാരൻസ് എന്ത് ചെയ്യും? ഒന്നും പ്രതികരിക്കില്ല. ഓരോ ബിഹേവിയറും, മോശപ്പെട്ട ഓരോ ബിഹേവിയറും കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം ഈ കുട്ടി തന്നെ ഒരു പയ്യനെ കണ്ടെത്തും, അല്ലെങ്കിൽ വീട്ടുകാർ കണ്ടെത്തി കൊടുക്കും. അപ്പൊ വീട്ടുകാർക്കൊരു സമാധാനമാകും. എന്തെന്ന് വെച്ചാല് വീട്ടിൽ നിന്നൊരു പ്രശ്നത്തിനെ നമ്മൾ വേറൊരാളുടെ കയ്യില് ആ പ്രശ്നത്തിന് ബാധ്യത ഒഴിപ്പിച്ച് വെച്ചു കൊടുക്കുകയാണ്. പിന്നെ അവിടെ സംഭവിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കെയറിങ് കിട്ടണില്ല, കൺസേൺ കിട്ടണില്ല എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ അവിടുത്തെ പയ്യൻ ചിലപ്പോൾ നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ പെൺകുട്ടി വിചാരിക്കുന്ന രീതിയിലുള്ള ഷാഢ്യങ്ങൾക്ക് നിൽക്കുന്ന ആളാവണമെന്നില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഈ മാരേജ് ഇഷ്യൂസ് ഉണ്ടാവുന്ന തുടക്ക സമയത്തൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ.